അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 91 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖീല ലഹും آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالكتاب بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് റഹ്മാനേ. ബറാഅത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനേ, ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മുറാദുകൾ നീ സബലീകരിച്ച് തരണേ അല്ലാഹ്. അതിലൊക്കെയും നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റുകയും അതിൽ നീ ബർക്കത്ത് ചൊരിയുകയും ഞങ്ങളെ സഹായിക്കുന്നവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഈമാൻ പൂർണ്ണമാക്കി നൽകണേ അല്ലാഹ്. വരുന്ന പരിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പുകളും പിടിച്ചു വിടുവാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് സഹായങ്ങൾ നൽകുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്. അവരാരെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അവരെയെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാഹ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും നീ അവർക്ക് നിറവേറ്റി കൊടുക്കണേ റഹ്മാനേ. അവരുടെ ജീവിതങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയും സഹായിക്കാൻ സന്മനസ്സുള്ളവരുണ്ട് റബ്ബേ. അവരെയും ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മളെ തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ്
നമ്മുടെ ഒരുപാട് പേർക്ക് മെഡിസിനും മറ്റു സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് പേരെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള അപേക്ഷകളും വന്ന് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ബറാഅത്ത് രാവാണ്. ഇനി നോമ്പുകൾ വരികയാണ്. എല്ലാവരും അവരവരാൽ കഴിയുന്ന നിങ്ങളുടെ ഉപജീവനങ്ങളിൽ നിന്ന് ഒരു ചെറിയ തുക ഈ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് നിങ്ങൾ തന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. കാരണം ഇതുപോലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ഒഴിവാകുന്നതാണ്. അപ്പോൾ ആരും പിന്നോക്കം നിൽക്കാതെ എല്ലാവരും സഹായിക്കണം. അക്കൗണ്ട് നമ്പർ ഇൻഷാ അല്ലാഹ് ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കി അയക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഖുർആൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അള്ളാഹു പറയുകയാണ്, വൈദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ്. ആ ജൂതന്മാരുടെ ധിക്കാരം അള്ളാഹു പറയുകയാണ്. ആ ജൂതന്മാരുടെ ധിക്കാരം നോക്കുക. അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കുക എന്ന് അവരോട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഒന്നുകൂടി ആയത്ത് ഞാൻ വിശദീകരിക്കാം. വൈദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ്. ആ ജൂതന്മാരുടെ ധിക്കാരം അള്ളാഹു പറയുകയാണ്. ആ ജൂതന്മാരുടെ ധിക്കാരം നോക്കുക. അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുക എന്ന് അവരോട് പറയുമ്പോൾ ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ. അവർ പറയുമത്രേ, ഞങ്ങൾക്ക് ദൈവം അവതരിപ്പിച്ച് തന്നതിൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ആ ജൂതന്മാർ പറയുമത്രേ. വീണ്ടും അല്ലാഹു പറയുകയാണ്, വയക്ഫുറൂന ബിമാ വറാഅഹു. അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറമുള്ള എന്ത് കാര്യമായാലും അവർ നിഷേധിച്ച് കളയുകയും ചെയ്യുകയാണ്. വഹുവൽ ഹഖ്, പരിശുദ്ധമായ ഖുർആനാണ്. വഹുവൽ ഹഖ്, വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ സത്യമായൊരു വേദമാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനെ പറ്റി ഇതാ സത്യം ചെയ്യുകയാണ്. വഹുവൽ ഹഖ്, സത്യമായ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. മുസദ്ദിഖൻ ലിമാ മഅഹും, വീണ്ടും താഴോട്ട് അല്ലാഹു പറയുകയാണ്, മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ള വേദങ്ങളെ ശരിവെക്കുന്നതുമാണ്. അവരുടെ പക്കലുള്ള വേദങ്ങൾ എന്താണ്? തൗറാത്താണ്. അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കിയത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. വീണ്ടും അല്ലാഹു പറയണ, ഖുൽ, ഓ നബിയേ, അങ്ങവരോട് ചോദിക്കുക, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ മുൻ വേദങ്ങൾ പ്രബോധനം ചെയ്യാൻ വന്നിരുന്ന അള്ളാഹുവിൻ്റെ നബിമാരെ ഇതിന് മുമ്പ് നിങ്ങൾ വധിച്ചു കൊണ്ടിരുന്നത് എന്തിനാണ്? ഒരുപാട് വേദഗ്രന്ഥങ്ങളുമായിട്ട് ഒരുപാട്
നബിമാര് വന്നു എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ആ നബിമാരെയെല്ലാം, മുക്കാൽ ഭാഗം നബിമാരെയെല്ലാം അവർ നിഷേധിക്കുകയും കുറച്ചു പേരെ അവർ വധിക്കുകയും ചെയ്തു. അത് എന്തിനാണ് എന്ന് നബിയെ അവരോട് ചോദിച്ചു നോക്കുക. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത്, നിങ്ങളുടെ പൂർവസ്ഥിതിയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുക. അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ പൂർവസ്ഥിതിയിലേക്ക് വീണ്ടും തിരിഞ്ഞൊന്ന് നോക്കുക. അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് നിങ്ങളുടെ പക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം സുമ്മത്തഖദതുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയ ശേഷം അക്രമകാരികളായിക്കൊണ്ട് നിങ്ങളൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ടോ ആ പശുക്കുട്ടിയെ നിങ്ങൾ ദൈവമാക്കി വെച്ചു പൂജിച്ചു. ഇതാണ് അർത്ഥം. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥവും ആശയവും ആലാപന രീതിയിൽ നമുക്ക് നോക്കാം. എങ്കിലേ നമുക്ക് കൂടുതലും മനസ്സിലാവുകയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആലാപനത്തിലേക്ക് കടക്കുകയാണ്. ഖുർആനിറങ്ങിയ അന്ന് മുതൽ നബിയും പ്രബോധനം തുടർന്നു പൊന്നേ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തപ്പോൾ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പ്രബോധനം തുടങ്ങിയിരുന്നു. എതിർത്തു ഇദാജൂദർ കൂടുതലായി അറബിയവരുമേ ചിലരും തന്നെ. കൂടുതലായി പരിശുദ്ധമായ ഖുർആനെയും പ്രവാചകനെയും തള്ളിപ്പറഞ്ഞതാരാണെന്നറിയുമോ? അത് ഈ ജൂതർ തന്നെയാണ്. കുറച്ച് അറബികളും കുറച്ച് ബഹുദൈവ വിശ്വാസികളായ അറബികളും അതിൽ ഉൾപ്പെടുന്നു കേട്ടോ. മുമ്പ് ഇതാ ജൂതർ പറഞ്ഞുവത്രേ, ഖുർആനിറങ്ങിയാൽ അതേ ഉൾക്കൊള്ളും. പണ്ട് ജൂതന്മാർ പറയുമത്രേ, തൗറാത്തിൽ നമ്മൾ പഠിച്ചതായ പ്രവാചകൻ വന്നാൽ, ആ പ്രവാചകൻ വേദഗ്രന്ഥവുമായി വന്നാൽ നമ്മളതിൽ വിശ്വസിക്കുമത്രേ. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും അപ്പടി സ്വീകരിക്കുമത്രേ എന്ന് ജൂതന്മാർ മുമ്പ് പറയുമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരും തള്ളി, അവരെ ഇതാ നോക്കൂ കാപട്യത്തെ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ അവരതാ തള്ളിക്കളയുകയാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത് നബിയെ, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് നബിയെ, അവരുടെ കാപട്യത്തെ നിങ്ങൾ നോക്കണേ. കപടൻ ഇതാ ജൂതർ കപടൻ തന്നെ, എന്നും ഇതാവരെ കപടർ തന്നെ. കാലം ഒരു കാലവും സുഹൃത്താക്കാനും കഴിയാൻ തരമില്ലേ ചതിയന്മാരാ. അള്ളാഹു തന്നെ പറയുകയാണ്, അവർ കപടര് തന്നെയാണ്, ഒരിക്കലും അവരെ നമ്പാൻ കഴിയില്ല, അവർ ചതിക്കുന്നവരാണ്.
നമുക്കും മനസ്സിലാവുന്നില്ലേ? അന്നും അവർ ചതിയന്മാരാണ്, അന്നും അവർ കപടന്മാരാണ്, ഇന്നും അവർ ചതിയന്മാരാണ്, ഇന്നും അവർ കപടന്മാരാണ്, ഇനി എന്നും അവർ ചതിയന്മാരും കപടന്മാരുമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പരിശുദ്ധമായ കലാമായ ഖുർആനിൽ കൂടി പറയുകയാണ്. അന്നും ഇതാ എന്നും ഇന്നും അന്നും ചതിയർ ഇതാ ചതിയർ ചതിയർ തന്നെ. അല്ലാഹ് പറയുന്നു ഖുർആനിലും, അതിനെ പറയാമേ ഇവിടെ ഞാനും. അവരെ ഇതാ പക്കൽ തൗറാത്തുണ്ടേ, അതിലും പറഞ്ഞതാ വരും ഖുർആനും. ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ കയ്യിലെല്ലാം തൗറാത്ത് എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥമുണ്ടായിരുന്നു. ആ വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു പരിശുദ്ധമായ ഖുർആൻ ഇനി വരാനുണ്ടത്രേ. അതിനെ നയിക്കുവാൻ ഒരു ദൂതനും വരുമേ, ഇതാ പേരും മുഹമ്മദാണേ. ആ പരിശുദ്ധമായ ഖുർആനെ നയിക്കാൻ ഒരു പ്രവാചകൻ വരുമത്രേ. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ആ തൗറാത്തിൽ ഉണ്ട് അത്രേ. അവരെ അടയാളം ചുമരിൽ പൊന്നേ, സീലും ഇതാ ഉണ്ടേ നബി മുദ്രയാ. ആ തൗറാത്തിൽ പറയുന്നു എന്താണ്? ആ വരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ രണ്ട് ചുമലുകളിൽ ഒരു സീലുണ്ടായിരിക്കുമത്രേ. പ്രവാചകനെന്ന് തെളിയിക്കുന്ന ഒരു സീലുണ്ടാകുമത്രേ. ഇത്രത്തോളം വിശദമായി തൗറാത്തിൽ പറഞ്ഞത് ഈ ജൂതന്മാർ അന്ന് വിശ്വസിക്കുകയും പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതോടെ അവരിതാ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതുപോലെ അറിവുകൾ ജൂതർക്കാകെ എല്ലാം അറിയാമേ അവർക്ക് തന്നെ. ഖുർആനിതാ വന്നാൽ തൗറാത്തെയും അല്ലാഹ് ഇതാ സ്ഥിരപ്പെടുത്തുമെന്ന അതേ ആ തൗറാത്തിൽ പറഞ്ഞുവത്രേ. പരിശുദ്ധമായ ഇതുപോലുള്ള ഈ ഖുർആൻ, ഇനി വരാനുള്ള ഖുർആനും ആ പ്രവാചകനും വന്നാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. പിന്നെ ഈ തൗറാത്തിനെ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. പിന്നെ നിങ്ങൾ പിൻപറ്റേണ്ടത് ആ പ്രവാചകനെയും, ആ പ്രവാചകൻ എന്താണോ കൊണ്ടുവരുന്നത് അതിനെയും നിങ്ങൾ പിൻപറ്റണം എന്ന് തൗറാത്തിൽ പറഞ്ഞുവത്രേ. ആ അറിവും ഈ ജൂതന്മാർക്കുണ്ടായിരുന്നുവത്രേ. ഒന്നും ഇതാ ജൂതർ കൈക്കൊണ്ടില്ല, അതിനാൽ അവരെയും ശപിച്ചു അല്ലാഹ്. താഹാ നബിയോരും ഇതാ പറയുന്നു, ഖുർആൻ ഇതിനെയും പിൻപറ്റേനേ. സമയം ഇതാ വരും പറയുമത്രേ, ഞങ്ങൾക്കിതാ ഉണ്ടേ തൗറാത്താണേ. അള്ളാന്റെ റസൂല് പറയുമത്രേ, നിങ്ങൾ തൗറാത്ത് ഉപേക്ഷിക്കണം, പരിശുദ്ധമായ ഖുർആനെയും എന്നെയും നിങ്ങൾ പിൻപറ്റണം. അപ്പോൾ അവർ പറയുമത്രേ, തൗറാത്തിനെ ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല മുഹമ്മദേ, നീ നിന്റെ ഖുർആനും കൊണ്ടുപോയിക്കോ മുഹമ്മദേ. വേറെ ഇതാ ഒന്നിലും ഞങ്ങളില്ലേ, പോയി പണി നോക്കൂ മുഹമ്മദിയേ. ഇതുപോൽ പറയുമ്പോൾ നബിയോടല്ലാഹ് പറയുന്നവരോട് ഇത് ചോദിക്കൂ.
അങ്ങനെ ഇതുപോലുള്ള മുരട്ട് ന്യായങ്ങൾ ഈ യഹൂദികൾ ജൂതന്മാർ പറയുമ്പോൾ അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്, നബിയേ അവരോട് ഈ കാര്യമൊന്ന് ചോദിക്ക്. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇതാ സത്യം സന്ദേശനോ എങ്കിൽ ഇതാ നിങ്ങൾ മുൻവേദങ്ങൾ. നിങ്ങൾ ഇതാ സത്യം സന്തരണോ എങ്കിൽ ഇതാ നിങ്ങൾ മുൻവേദങ്ങൾ. വേദം ഇതാ കൊണ്ട് നബിമാർ വന്നു, അവരെ വധിച്ചതും നിങ്ങൾ തന്നെ. എന്തേ അവരെയും വധിച്ചു നിങ്ങൾ? പറയൂ ഇതാ നിങ്ങൾ, പറയൂ നിങ്ങൾ. അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, നബിയെ അങ്ങ് അവരോട് ചോദിക്കണം, ഇതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ സത്യവേദവുമായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തിനേ ആ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു? എന്തിനാണ് അവരെ വധിച്ചത്? നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ നിങ്ങൾ വധിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പ്രവാചകന്മാരെ വധിച്ചത്? അവരിതാ ഉത്തരം മുട്ടുകയാണ്. മുട്ടിയതാ ഉത്തരം അവർക്കും പൊന്നേ, സമയം ഇതാ വീണ്ടും റസൂലുള്ളാഹി. അവർക്കിതാ ഉത്തരം മുട്ടിയപ്പോൾ വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ചോദ്യം ഉയർത്തുന്നു ഓ ജൂതരേ, പണ്ട് ഇതാ നിങ്ങളെ സ്ഥിതിയെ ഒന്ന്. മൂസ ഇതാ വന്നു തൗറാത്തേകി, ശേഷം ഇതാ പോയി സീന തന്നെ. വീണ്ടും പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, ജൂതരെ, അല്ലയോ ജൂതരെ, ജൂത സഹോദരന്മാരെ, പണ്ടിതേപോലെ മൂസാ നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് തൗറാത്തുമായി വന്നപ്പോൾ ആ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം സീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടിയത് കൂട്ടരെ എന്ന് പ്രവാചകൻ ഇവരോട് ചോദിക്കുകയാണ്. മൂസ തിരികെയും ഇതാ വന്നപ്പോൾ പശുവേ ഇതാ നിങ്ങളും പണിഞ്ഞു ഒന്ന്, അതിനെ ഇതാ നിങ്ങൾ ദൈവമാക്കി, നിങ്ങൾ ഇതാ ക്രമി തന്നെ എന്നും. അവരുടെ പൂർവികരുടെ ചരിത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ രണ്ടാമത് അവരോട് ചോദിച്ചത്. നിങ്ങളുടെ പൂർവികർ നിങ്ങളെ പോലെ തന്നെയായിരുന്നല്ലോ, നിങ്ങളൊരിക്കലും മാറുന്നവരല്ല, നിങ്ങളെയെല്ലാം അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം വന്ന് നിങ്ങളുടെ ഉപ്പമാരോടും ഉമ്മമാരോടുമൊക്കെ നിങ്ങളുടെ പൂർവികരോട് പറഞ്ഞു, നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, ഈ മരുഭൂമിയിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, ഞാൻ പോയിട്ട് തിരിച്ചു വരും വരെ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളിതാ ഒരു പശുക്കുട്ടിയെയും ഉണ്ടാക്കി അതിനെ ഇതാ പൂജിക്കാനും തുടങ്ങി. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കാൻ പ്രവാചകനോട് പറയുകയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حق لا إله إلا الله.
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حق لا إله إلا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും സഹായിക്കണം, എല്ലാവരും ഭരിക്കാറാകണം, എല്ലാവരും പഠിക്കണം, പ്രാവർത്തികമാക്കണം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.